ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രമോദ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിളിമൂക്ക് മാങ്ങ കൊണ്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ പരീക്ഷിക്കണം. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ പുതിയ ചാനലായിട്ടുള്ള പ്രമൂസ് കിച്ചൻ ടൂറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കിളിമൂക്ക് മാങ്ങ അച്ചാർ. നമുക്കിതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു കിളിമൂക്ക് മാങ്ങ, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കറിവേപ്പില, പെരുംജീരകം, ഉലുവ, ഉണക്കമുളക്, കായം. ഇനി നമുക്ക് കട്ട് ചെയ്ത മാങ്ങയിൽ നമുക്ക് മുളക് പൊടി ഇടാം. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. വളരെ നല്ല രുചിയോടുകൂടി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായി ചൂടാക്കിയ ശേഷം ഒരു ചെറിയ തവി കൊണ്ട് നമുക്കിത് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. ചെറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കായം. അപ്പോൾ ആ കായം കൂടി ഇട്ട ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ചൂടാക്കണം. ഇത് ഒരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അച്ചാറിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഒരുവിധം ബ്രൗൺ ആകുന്നത് വരെ ചൂടാക്കി ഇത് ഈ ഒരു കളറിൽ വേണം നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരയ്ക്കുന്നില്ല. കാരണം നല്ല രുചി കിട്ടണമെങ്കിൽ നമുക്ക് അമ്മിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അമ്മിയിലാണ് നമ്മളിപ്പോൾ അരയ്ക്കുന്നത്. ഇത് അമ്മിയിൽ തന്നെ അരച്ച് പൊടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്താൽ ബോളിലാക്കി ഇടുക, ഇങ്ങനെ ഉണ്ടാവും. ഇത് നമുക്ക് കൂട്ടി വെച്ചിരിക്കുന്ന നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിൽ കുറച്ച് കടുകിടാം. കടുകിട്ട് നന്നായിട്ടൊന്ന്, കടുകെല്ലാം ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കും. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 3 ഉണക്കമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഉണക്കമുളക് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ചൂടാക്കിയ ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കണം അത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറായിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക. അതിനുശേഷം കമൻറ്റ് ചെയ്യുക. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. അച്ചാർ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.